ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് 24 ആണ്. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന കുറയ്ക്കും. ഡിഗ്രി കോഴ്സുകൾക്ക് 50%, PG കോഴ്സുകൾക്ക് 40% ഫീസ് കുറയ്ക്കാനാണ് കൃഷിമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. അല്പസമയത്തിനകം മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കാണും. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, വലിയൊരു തീരുമാനമാണ്, ആശ്വാസകരമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ, വളരെ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. വിദ്യാർത്ഥി, അതും പ്രത്യേകിച്ച് കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഫീസ് താങ്ങാനാകാതെ പഠനം നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ സാഹചര്യത്തെ തുടർന്നാണ് കടുത്ത പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം കണ്ടത്. എന്തായാലും ആ തീരുമാനം, ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. 3 ഇരട്ടിയായിരുന്നു തീരുമാനം, അതായത് 3 ഇരട്ടിയായിരുന്നു ഫീസ് വർദ്ധിപ്പിച്ചത്. 12,000 രൂപയായിരുന്നു UG കോഴ്സുകളുടെ ആദ്യ ഫീസ്. അത് 36,000 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. എന്തായാലും ഫീസ് വർദ്ധിച്ചത് പകുതിയാക്കി കുറയ്ക്കാനാണ് നിലവിലെ തീരുമാനം. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഫീസ് നിലവിലെ വർധനവാണോ പകുതിയായി കുറയ്ക്കുന്നത്, അതോ നിലവിൽ 36,000 രൂപയായിരുന്ന ഫീസ് 18,000 രൂപയായി മാറ്റുമോ എന്നുള്ളതാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും 50% ഫീസ് വർധനവ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒപ്പം ഏറ്റവും പ്രധാനം, ഇത് പഴയ ഇതിനു മുൻപ് ഈ വർധനയ്ക്ക് മുൻപുണ്ടായിരുന്ന ആ ഫീസ് സ്ട്രക്ചറിലേക്ക് തിരികെ പോവുകയാണോ, അതോ കുറച്ച് വർധന എന്നതാണോ തീരുമാനം? അതാണ് നമുക്കറിയാനുള്ളത്. എന്തായാലും വർധനവുണ്ടാവും. അതായത് നേരത്തെ 12,000 രൂപയായിരുന്നു UG കോഴ്സുകൾക്ക്, അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീസ് ഈടാക്കിയിരുന്നത്. അത് ഈ 36,000 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അതായത് ഒരു വർഷം 72,000 രൂപ ഒരു വിദ്യാർത്ഥി, കാർഷിക കോളേജിൽ ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശനം നേടുന്ന ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി യോഗം വിളിച്ചത്. ആ ഫീസ് വർധനവ് പകുതിയാക്കി കുറയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഫീസ് ഇനം അതൊരു പക്ഷേ 24,000 അല്ല എങ്കിൽ 18,000 കുറയ്ക്കും. അപ്പോഴും ഫീസ് വർധനവ് എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വരെ 12,000 രൂപയായിരുന്നു സെമസ്റ്റർ ഫീസ്. ഇപ്പോൾ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥികൾക്കും, അതായത് 2ാം വർഷ UG വിദ്യാർത്ഥികൾക്കും സെമസ്റ്ററിന് 12,000 രൂപ അടച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഫീസ് വർധനവ് ബാധകമായി വരുന്നത്. അവരുടെ ഫീസ് വർധനവിൽ വർധനവുണ്ടാകും. അത് ഒന്നുകിൽ 6,000 രൂപ വരെ അല്ലെങ്കിൽ 12,000 രൂപ വരെയാണ് വർധനവുണ്ടാകാൻ സാധ്യത. അതിലൊരു ക്ലാരിഫിക്കേഷൻ സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ തുടരുന്നുണ്ട്. കാരണം ആദ്യഘട്ട ചർച്ചയിൽ തീരുമാനമാകാതെ ഇതുമായി ബന്ധപ്പെട്ട തുടർ ഫയലുകൾ എത്തിക്കാൻ വീണ്ടും കൃഷിമന്ത്രി ആവശ്യപ്പെട്ടു. അങ്ങനെ VC വകുപ്പ് സെക്രട്ടറി കൂടിയായ B അശോക് ഇതുമായി ബന്ധപ്പെട്ട ഫീസ് വർധനവിന്റെ സ്ട്രക്ചർ കൃത്യമായി എഴുതി ഇപ്പോൾ നൽകാൻ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അന്തിമമായി പ്രഖ്യാപിക്കും. എന്തായാലും നിലവിൽ ഫീസിൽ കുറവുണ്ടാകും. വർധനവ് 50% കുറയുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഫീസ് വർധനവ് എന്നുള്ളതുണ്ടാകും. പക്ഷേ ഫീസ് കുറയ്ക്കാൻ തയ്യാറായിരിക്കുന്നു കാർഷിക വകുപ്പ്. അത് പകുതിയാക്കി കുറയ്ക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ തീരുമാനം. പക്ഷേ ഇതും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇതും താങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല സാധാരണ വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥ. അത് നമ്മൾ അർജുൻ്റെ കാര്യമല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം, കടുത്ത പ്രതിഷേധങ്ങളെല്ലാം സംസ്ഥാന വ്യാപകമായി കണ്ടതാണ്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷേ ഫീസ് വർധനവ് പൂർണ്ണമായി റദ്ദാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയായി നിൽക്കുന്നു. പൂർണ്ണമായി റദ്ദാക്കുന്നില്ല, വർധനവ് പകുതിയാക്കി കുറയ്ക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം UG കോഴ്സുകളുടെ വർധനവ് 40% മാത്രമായി നിലനിർത്തും. അതിൽ 60% കുറയ്ക്കാനാണ് നിലവിലെ ധാരണയായിരിക്കുന്നത്. അതായത് ആ കണക്ക് നമുക്ക് എങ്ങനെ ഇപ്പോൾ അത് കൃത്യമായി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉമേഷ്, ഇപ്പോൾ ഈ PG വിദ്യാർത്ഥികളുടേത് 17,845, അതിൽ നിന്നാണ് 49,500 ആക്കുന്നത്. അപ്പോൾ ഈ പുതിയ വർധന പ്രകാരം അത് എത്രയാകുമെന്നത് നമുക്ക് ഏകദേശം ഒന്ന് പറയാൻ കഴിയുമോ? അത് കൃത്യം കണക്ക് പറയുക എന്നുള്ളത് അതിന് ചെറിയൊരു സാങ്കേതിക തടസ്സം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചർ എഴുതി നൽകാൻ ഇപ്പോൾ വകുപ്പ് സെക്രട്ടറി കൂടിയായ VCയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കണക്ക് കൂടി മന്ത്രിയുടെ അടുത്തെത്തണം. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് സ്ട്രക്ചർ കൃത്യമായി പറയാൻ കഴിയുക. എങ്കിലും നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത ഇപ്രകാരമാണ്. ഫീസ് വർധനവ് അത് 50% കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ UG കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ UG കോഴ്സുകൾക്ക് ഇപ്പോൾ 36,000 രൂപയാണ് ഒരു സെമസ്റ്ററിന് ഫീസായി നൽകേണ്ടത്. അതിൽ വർധന അതിൽ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നത് അവിടെയാണ്. അതായത് വർധനവാണ് 50% കുറയ്ക്കുന്നതെങ്കിൽ വർദ്ധിച്ച തുക എന്ന് പറയുന്നത് 24,000 അത് 12,000 കുറയ്ക്കും. അതായത് ഫീസ് വർധനവ് നേരത്തെ ഉണ്ടായിരുന്ന 12,000 പ്ലസ് 12,000, അങ്ങനെയാണെങ്കിൽ 24,000 UG കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീസായി അടക്കേണ്ടി വരും. അല്ല, ടോട്ടൽ വർദ്ധിപ്പിച്ച, അതായത് 36,000 രൂപയായി വർദ്ധിപ്പിച്ച ടോട്ടൽ ഫീസിൽ നിന്ന് 50% കുറയ്ക്കുകയാണെങ്കിൽ അത് 18,000 സെമസ്റ്റർ ഫീസ് കുറയ്ക്കും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയുള്ളത് ഇത് തന്നെയാണ്. ടോട്ടൽ വർധനവിന്റെ 50% വെട്ടിക്കുറച്ചാൽ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ആശ്വാസം ലഭിക്കും. അപ്പോഴും 12,000 ആയിരുന്ന കഴിഞ്ഞ വർഷം വരെ 12,000 ആയിരുന്ന ഫീസ് വർധനവ് 18,000 ഉയരുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ബാധ്യത തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ എഴുതി നൽകാൻ വകുപ്പ് സെക്രട്ടറി കൂടിയായ കൃഷി വകുപ്പ് എന്ന് പറയുന്ന അമിത ഭാരത്തിലേക്ക് പോകില്ല എന്നൊരു ചെറിയ ആശ്വാസമുണ്ട്. ഒപ്പം PG വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇത് ബാധകമാകില്ലേ? നിലവിൽ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളുടെയും PG കോഴ്സുകളുടെയും മാത്രമാണെന്ന് തോന്നുന്നു അറിവായിട്ടുള്ളത്. PG ഈ 2 വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ? PhD വിദ്യാർത്ഥികളുടേതും ഇതുപോലെ തന്നെ കുറയുമോ? PhD വിദ്യാർത്ഥികളുടെ അടക്കം ഇനി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായി എഴുതി ലഭ്യമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. എങ്കിലും PG PhD അടക്കമുള്ള കോഴ്സുകൾക്ക് 40% വരെ എന്നുള്ളതാണ്. അത് കൃത്യം 40% എന്നല്ല, UGക്കാണ് കൃത്യം 50% എന്നുള്ള കണക്ക് പറയുന്നത്. PGയിലേക്ക് വരുമ്പോഴും PhDയിലേക്ക് വരുമ്പോഴും എല്ലാം അത് 40% വരെ ഫീസ് കുറയ്ക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അത് പല സ്ലാബുകളിൽ പല കോഴ്സുകളുണ്ട്. ഒരു PG കോഴ്സുകളല്ല മാത്രമുള്ളത്, വിവിധ സ്ലാബുകളിൽ കോഴ്സുകളുണ്ട്. അത് വിവിധ റിസർച്ചുകൾ അടക്കം, അതായത് മൈക്രോബയോളജി അടക്കം ഈ കാർഷിക സർവകലാശാലയിൽ തന്നെ വിവിധ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ആ പഠന ഫീസ് എല്ലാം കൂടി കണക്കാക്കിയാണ് ഒരു ശരാശരി 40% വരെ PG വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറയും. PhDക്ക് സമാനമായി ഫീസ് കുറയും. അത് എത്രയാണ് എന്നുള്ളത് അത് കൃത്യമായി, കാരണം ഫീസ് സ്ട്രക്ചർ ഒരു കോഴ്സല്ല, കൃത്യമായി നമ്മൾ സാധാരണ ഡിഗ്രി കോഴ്സുകൾക്ക് പറയുന്നത് പോലെ ഒരു കേരള സർവകലാശാല ഡിഗ്രി കോഴ്സുകൾക്ക് പറയും പോലെ അല്ല ഈ കാർഷിക സർവകലാശാലയിലെ കോഴ്സുകളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനൊരു കൃത്യം കണക്ക് പറയാൻ ഒരു തടസ്സം. അനുജ, ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് 24 പുറത്തുവിടുന്ന വാർത്ത. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന അതിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വർധനയിൽ കുറവുണ്ടാകുന്നു എന്നതാണ്. ഡിഗ്രി കോഴ്സുകൾക്ക് 50%, PG കോഴ്സുകൾക്ക് 40%. അത് വർദ്ധിപ്പിച്ചതിൽ നിന്ന് 50% എന്നതിൻ്റെയൊക്കെ കണക്കുകൾ കൃത്യമായി തന്നെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. P. പ്രസാദ് മാധ്യമങ്ങളെ കാണും അല്പസമയത്തിനകം. ഈ തീരുമാനമുണ്ടായത് മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും മന്ത്രി പറഞ്ഞിരുന്നു ഫീസ് വർധനയുടെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിക്കും പഠനം നഷ്ടമാകില്ല എന്നതുൾപ്പെടെ. അപ്പോൾ ഫീസ് കുറയ്ക്കുന്നത് പരിഗണനയിലാണ് എന്നതും മന്ത്രി പറഞ്ഞതാണ്. ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കൃത്യം എങ്ങനെയാണ് കണക്കുകൾ, അത് കുറയുന്നത് എപ്രകാരമാണ് ഡിഗ്രി PG PhD വിദ്യാർത്ഥികൾക്ക് എന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഫീസ് വർധനയുണ്ടാകും, പക്ഷേ 3 ഇരട്ടി എന്നൊക്കെയുള്ള തരത്തിലേക്ക് വർധനയുണ്ടാകില്ല. ചെറിയ വർധന, നാമമാത്രമായ വർധനയാകാം എന്നുള്ളതാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.